ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ്സിൻ്റെ സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ നടന്നതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ നടത്തിയതിൻ്റെ ഒരു ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ മുമ്പൊരു പ്രിലിമിനറി എക്സാമിനേഷൻ നടത്തിയിരുന്നു. അപ്പോൾ ഇതിലേതോ ഒന്ന് സ്കൂൾ മദ്രസയുടേതാണ്. അപ്പോൾ അത് ഏതാണെന്ന് അറിയാൻ നമുക്ക് ഒരു ഐഡിയയും ഇല്ല. അപ്പം അത് മനസ്സിലാക്കാം. നമുക്കറിയില്ല, എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ആണ് ചോദ്യങ്ങളുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്? നമുക്ക് ചോദ്യം വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആവർത്തിച്ച് പാരായണം ചെയ്യുന്നത് എന്നർത്ഥമുള്ള ഫാത്തിഹയുടെ നാമം ഏതാണ്? സബോ മസാനി എന്ന ഓപ്ഷൻ സി ആണ്. സബോ മസാനി, ആവർത്തിച്ച് പാരായണം ചെയ്യുന്നത് എന്നർത്ഥം വരുന്ന ഫാത്തിഹയുടെ ഒരു നാമം. ഫാത്തിഹയ്ക്ക് ഒരുപാട് നാമങ്ങളുണ്ട്, അതിൽ നിന്നാണ് ഇവിടെ വന്നത്, മനസ്സിലാക്കാം. അടുത്ത രണ്ടാമത്തത്, പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. ഖുർആനിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഇതിലേതാണെന്നാണ്. ഏതാണ് അത്? അല്ലാഹു തആലയുടെ വചനമായി. ഓപ്ഷൻ ബി, അല്ലാഹു തആലയുടെ വചനമാണ് എന്ന് നമുക്ക് ഓപ്ഷൻ ബി അടയാളപ്പെടുത്താം. അടുത്തത് 3, തൻവീനിൻ്റെ ഉച്ചാരണ സ്ഥാനം. തൻവീൻ്റെ ഉച്ചാരണ സ്ഥാനം എവിടെയാണ്? തൻവീൻ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂനാണ്. അപ്പോൾ സുക്കൂനുള്ള നൂനിൻ്റെ ഉച്ചാരണ സ്ഥാനം എന്ന് പറയുന്നത് നാവാണ്. ശബ്ദമുള്ള നൂനാകുമ്പോൾ നമുക്ക് തരിമൂക്ക് എന്ന് പറയാം. ഇവിടെ തൻവീനാകുന്ന നൂന് നാവിൽ നിന്നാണ്. അപ്പോൾ നാവ് എന്ന നാവാണ്. നാവ്, ഓപ്ഷൻ സി എന്ന് നമുക്ക് അടയാളപ്പെടുത്താം. അടുത്തത് എന്താണ്? ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ സുന്നത്തുള്ള കർമ്മം എന്താണ്? ഓപ്ഷൻ ഡി, മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓതുക. മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓതുക. ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ, മനസ്സിലാക്കാം. അടുത്തത് 5, ഖുർആനിലും സുന്നത്തിലും നേരിട്ട് പറയാത്ത വിഷയങ്ങൾ മതവിധി കണ്ടെത്തുന്നതിന് എന്താണ്? അതാണ് ഇജ്മാ. ഓപ്ഷൻ ഡി, ഇജ്മാ എന്ന് പറയുന്നത്. അടുത്തത് 6ാമത്തത്, മുജ്തഹിദുകൾക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതയിൽ പെടാത്ത കാര്യം എന്താണ്? ഓപ്ഷൻ ഡി, ശാസ്ത്രത്തിലും സാമൂഹിക വിഷയങ്ങളിലുമുള്ള പരിജ്ഞാനം. അത് മുജ്തഹിദുകൾക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതയിൽ പെടാത്തതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാം. 7, വുളു ചെയ്യാൻ ഉപയോഗിച്ച വെള്ളം ചെറിയ പാത്രത്തിൽ ശേഖരിച്ചു, അതുകൊണ്ട് നജസായ വസ്ത്രം അലക്കി. എന്താണ്? ഓപ്ഷൻ എ, വസ്ത്രം ശുദ്ധിയാകില്ല, വെള്ളം മുസ്തഅമലാണ്. ഓപ്ഷൻ എ, വസ്ത്രം ശുദ്ധിയാകില്ല, അത് മുസ്തഅമലായ വെള്ളമാണ്. നജസ് ശുദ്ധിയാക്കാൻ തൊഹൂറായ വെള്ളം വേണം. അപ്പോൾ അത് ഓപ്ഷൻ എ ആണ്. അടുത്തത് 8, സീസ് അലൈഹിസ്സലാം എത്ര വർഷം ജീവിച്ചു? സീസ് അലൈഹിസ്സലാം എത്ര വർഷമാണ് ജീവിച്ചത്? സീസ് അലൈഹിസ്സലാം 912 വർഷം ജീവിച്ചു. സീസ് അലൈഹിസ്സലാം, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഷഖൗതു ഇലാ വഖീ സൂഅ ഹിഫ്ലി. പദ്യവരിയിൽ പരാമർശിച്ച വഖീ ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ആരായിരുന്നു? ഷാഫി ഇമാമിൻ്റെ ഉസ്താദാണ് വക്കീ എന്നവർ. അപ്പോൾ ഇവിടെ വക്കീ ഷാഫി ഇമാമിൻ്റെ ആരാന്ന് വെച്ചാൽ ഗുരുനാഥൻ. ഓപ്ഷൻ ഡി, ഗുരുനാഥൻ എന്ന അത് നമുക്ക് ശരിയടപ്പെടുത്താം. അടുത്തത്, ഇസ്ലാം ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് പരാമർശിച്ചവരിൽ പ്രഥമ സ്ഥാനത്തുള്ളവർ ആരാണ്? അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി, സഹാബത്താണ് ഇസ്ലാം ലോകത്തിൽ പ്രചരിപ്പിക്കുന്നതിന് പരിശ്രമിച്ചിൽ പ്രഥമ സ്ഥാനത്തുള്ളത്. ഓപ്ഷൻ ഡി. അടുത്ത 11, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് അവിശ്വാസികളുടെ നേതാവ് ആരായിരുന്നു? ബി, ഓപ്ഷൻ ബി, നമ്രൂദാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് അവിശ്വാസികളുടെ നേതാവ്. അടുത്ത 12, ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരണത്തിന് ഏൽപ്പിച്ച സഹാബികളിൽ പെടാത്തത്. അപ്പോൾ ഇവിടെ പെടാത്തത് അബൂ ഹുറൈറയാണ്. ബാക്കിയൊക്കെ അതിൽ പെട്ടവരാണ്. ഓപ്ഷൻ ഡി. അപ്പോൾ അത് മദ്രസ ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന്
പാഠബുക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ മുമ്പ് നമ്മൾ ചെയ്തത് ഇംഗ്ലീഷ് മീഡിയം മദ്രസയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ മനസ്സിലാക്കുക. അടുത്തത് 13. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദ് എന്ന നാമം എത്ര തവണ വന്നിട്ടുണ്ട്? 4 തവണ. ഓപ്ഷൻ ബി, 4 തവണയാണ് വന്നത്. അടുത്ത 14. ഇഖ്ലാസ് സൂറത്തിൻ്റെ പ്രഥമ ആശയം ഉൾക്കൊള്ളുന്ന വാചകം. ഓപ്ഷൻ എ, അല്ലാഹു തആല ഏകനും നിരാശ്രയനുമാണ് എന്നതാണ് അതിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന വാചകം. മനസ്സിലാക്കുക. അടുത്തത് 15. അൽ ബാസിത്ത്, അൽ ബാത്തിൻ എന്നിവയുടെ വിപരീത പദങ്ങളും അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അതിൻ്റെ വിപരീത പദം. അൽ ബാസിത്ത്, അൽ ബാത്തിൻ, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അതിൻ്റെ വിപരീത പദം വരുന്നത് ഓപ്ഷൻ ഡി, അൽ ഖാബിൽ, അൽ ലാഹിർ എന്ന ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്ത 16. അള്ളാഹുവിൻ്റെ അത്യുന്നതരായ മലക്കുകളോടൊപ്പമാണ് ആരാണ്? ഓപ്ഷൻ ബി, ഖുർആൻ നന്നായി പഠിച്ച് പാരായണം ചെയ്യുന്നവർ. ഓപ്ഷൻ ബി. 17. മൂസ അലൈഹിസ്സലാം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന മതവിഭാഗം ആരാണ്? ജൂതന്മാർ. ഓപ്ഷൻ സി, ജൂതന്മാരാണ്. 18. തർത്തീൽ എന്ന വാക്കിൻ്റെ പൂർണ്ണ ആശയം എന്താണ്? റത്തിലിൽ ഖുർആന തർത്തീല, ഖുർആൻ നിയമാനുസൃതം സാവധാനം പാരായണം ചെയ്യുക. അതാണ് ഇവിടെ തർത്തീൽ എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഓപ്ഷൻ ഡി. അടുത്തത് എന്താണ്? മസലിൽ മുഅ്മിനല്ലദീന യഖ്റഉൽ ഖുർആന കമസലിൽ ഉത്തുറുജത്ത്. ഉത്തുറുജത്ത് എന്താണ് ഉത്തുറുജത്ത്? ഓപ്ഷൻ എ, മധുര നാരങ്ങ എന്നതാണ് ഉത്തുറുജത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന മുഅ്മിനെ, ഖുർആൻ പാരായണം ചെയ്യാത്ത മുഅ്മിനിന്റെ ഉപമ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഉത്തുറുജത്ത് എന്നതുകൊണ്ട് മനസ്സിലാക്കുക. അടുത്ത 20. കേൾക്കുന്നവരും ഓതുന്നവരും അവസാനം അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയേണ്ട സൂറത്ത് ഏതാണ്? അൽ മുൽക്ക് സൂറത്ത്. ഓതുന്നവരും കേൾക്കുന്നവരും അതിൻ്റെ അവസാനം അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയണം. ഓപ്ഷൻ ബി എന്നതാണ്. അടുത്ത 21. എന്താണ്? വത്തഖൂ യൗമ തുർജഊൻ ഫീഹി ഇലല്ലാഹി എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഓപ്ഷൻ സി, അവസാനമായി ഇറങ്ങിയതാണ് ആ ആയത്ത്. മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? റസ്മുൽ ഉസ്മാനിയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന എന്താണ്? റസ്മുൽ ഉസ്മാനിയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി, അത് ഖുർആനിൻ്റെ പ്രത്യേക എഴുത്ത് രീതിയാണ്. അടുത്ത 23. ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സ ആദ്യം നിർമ്മിച്ചത്. ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സ ആദ്യം നിർമ്മിച്ചത് ആരാണ്? ഓപ്ഷൻ ബി, ആദം അലൈഹിസ്സലാമാണ്. അടുത്ത 24. സമൂദ് ആദ് വംശങ്ങളുടെ പരമ്പര ചെന്നെത്തുന്ന പ്രമുഖ വ്യക്തി ആരാണ്? ഓപ്ഷൻ എ, നൂഹ് അലൈഹിസ്സലാമിൻ്റെ മകൻ ഷ്യാം. നൂഹ് അലൈഹിസ്സലാമിൻ്റെ മകൻ ഷ്യാമിലെയാണ് സമൂദ് ആദ് വംശങ്ങളുടെ പരമ്പര ചെന്നെത്തുന്നത്. അടുത്ത 25. ചാവുകടലിന് ഒരു പ്രവാചകനെ ധിക്കരിച്ചതിൻ്റെ ചരിത്രമുണ്ട്. ആ പ്രവാചകൻ ആരായിരുന്നു? ഓപ്ഷൻ ബി, ലൂത്ത് അലൈഹിസ്സലാമാണ്. ഓപ്ഷൻ ബി. അടുത്തത് 26. ആകാശത്തും ഭൂമിയിലുമുള്ള സർവരും ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. ആരാണ്? ഓപ്ഷൻ ഡി, മതവിജ്ഞാനം പഠിക്കുന്നവർക്ക്, ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചവർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ മതവിജ്ഞാനം പഠിക്കുന്നവർക്ക് എന്ന് പറഞ്ഞത്. ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 27. ഔസത്തു അബ്വാബിൽ ജന്ന, ഹദീസിലെ ഔസത്തിൻ്റെ വിവർത്തനം എന്താണ്? ഉത്തമവും ഉന്നതവുമായ, അതാണ് ഔസത്ത് എന്നതുകൊണ്ടുള്ള വിവർത്തനം. ഓപ്ഷൻ എ, ഉത്തമവും ഉന്നതവുമായ എന്ന്. അടുത്തത് 28. അഷെയ്ഖ് അഹമ്മദ് റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധമായ ഒരു കർമ്മരംഗം ഏതാണ്? 28. ഓപ്ഷൻ സി ആണ്. രോഗ ശുശ്രൂഷയും ജീവകാരുണ്യവുമാണ് റിഫായി ഷെയ്ഖിൻ്റെ ഒരു പ്രസിദ്ധമായ കർമ്മം. അടുത്തത് എന്താണ്? അടുത്തത് വിട്ടുപോയ സൂറത്ത് ഏതാണെന്ന് നോക്കിയിട്ട് അവിടെ സൂറത്തിൻ്റെ ക്രമം കണക്കാക്കണം. തക്വീർ 81ാമത്തെ സൂറത്ത്, അത് കഴിഞ്ഞിട്ട് 82ാമത്തെ സൂറത്ത് ഏതാ വരുന്നത്? ഓപ്ഷൻ സി, ഇൻഫിത്താർ എന്ന ഓപ്ഷൻ സി ആണ് അവിടെ
81 തക്വീർ, 82 ഇൻഫിത്താർ, 83 മുത്തഫഫീന്, 84 ഇൻഷിക്കാക്ക്. അപ്പോൾ അവിടെ ഇതുപോലെ ഓർഡറിൽ സൂറത്തുകൾ വരുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഖുർആനിലെ സൂറത്തുകൾ ഓർഡർ ക്രമപ്രകാരം പഠിക്കുക. നിങ്ങൾക്കൊക്കെ വലിയ സൂറത്താണ് വരിക, ചെറിയ ക്ലാസ്സിലൊക്കെ താഴെ ചെറിയ സൂറത്താണ് ചോദിച്ചത്. അപ്പോൾ മനസ്സിലാക്കാം. അടുത്ത സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത്. സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത് ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മിയാണ്, അതാണ് അവിടെ ഓപ്ഷൻ എ. ബിസ്മി സൂറത്തിലെ ഒരു ആയത്തിൽ പെട്ടതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അൽഹംദു എന്നുള്ളത് പോയിട്ട് കഴിയരുത്, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? 31 മുതൽ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മളിത് മറ്റു ചോദ്യപേപ്പറിൽ കൂടെ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങളതിൽ കയറിയിട്ട് ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ 6ാം ക്ലാസ്സിൻ്റെ മറ്റൊരു പ്രിലിമിനറി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്, സ്കൂൾ മദ്രസയുടേത്. അപ്പോൾ അതിലുണ്ട് ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിൽ കയറി കാണുക. അതിൻ്റെ ലിങ്ക് ഇതിന് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഉപകാരപ്പെടുത്തുക. അന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.